ഇത്രയും വളർന്ന പാഷൻ ഫ്രൂട്ട് അമ്മ മൂടോടെ തോണ്ടിയെടുത്ത് അവിടെ കൊണ്ട് വയ്ക്കാൻ പോവാണ്. നമ്മൾ പാഷൻ ഫ്രൂട്ടിന് പന്തൽ കെട്ടാൻ പോവുകയാണ്. പന്തലല്ല, അതിനെ ജസ്റ്റ് ഒന്ന് ടെറസിലോട്ട് വലിച്ച് കെട്ടാൻ വേണ്ടി. ഇതാണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ മേളിലോട്ട് പടർത്താനാണ്. അപ്പോൾ ഇതിനകത്ത് വെക്കാനേ ഈ മടൽ അതിനകത്ത് വെക്കാന്ന് വെച്ചു, താൽക്കാലിക ശമനം. പക്ഷേ മടൽ അതിനകത്ത് കൊള്ളില്ല, അതുകൊണ്ട് ഇതിൻ്റെ മൂടി കുറച്ച് വെട്ടിക്കളയുക. കയറൂലേ അമ്മ? ആ വെട്ടി എടുത്തുണ്ടോ? നമ്മൾ ഈ ഉപയോഗം കഴിഞ്ഞ പച്ച നെറ്റാണ് വലിച്ച് കീറുന്നത്. ഇനി ഇതിന് ഒരു കാര്യമില്ല, അതുകൊണ്ട് കീറി കെട്ടാമെന്ന് വിചാരിച്ച്. ഓൾറെഡി ഈ മടലാണ് ഇവിടെ കുത്തി വെച്ചേക്കുന്നത്. ഇത് ഇതിൻ്റെ മണ്ടയിൽ കെട്ടണമെങ്കിൽ ഇനി മടൽ അഴിച്ചിട്ട് അതിൻ്റെ മേളിൽ കെട്ടിയിട്ട് ഇത് ഇറക്കി വയ്ക്കും. മടൽ ഒരുപാട് നാളൊന്നും നിൽക്കത്തില്ല, അത് പെട്ടെന്ന് ഒടിഞ്ഞ് താഴെ വീഴും. രണ്ട് ഉണക്കൊക്കെ അടിക്കുമ്പോഴത്തേക്കും വെള്ളമൊക്കെ നനയുമ്പോൾ അത് താഴെ വീഴും. പക്ഷെ എന്നാലും ഒരു താൽക്കാലിക ആശ്വാസത്തിനായിട്ട് ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ പോണിടത്തോളം പോട്ടെ. അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റം കെട്ടി. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ താഴ്ന്നു വരും, എന്നാലും സാരമില്ല. രണ്ട് ലെയർ കെട്ടിയിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ട് വളർന്നിങ്ങെത്തുമ്പോൾ കുറച്ച് കാലം എടുക്കും. ആ സമയം കൊണ്ട് നമ്മൾ അടിയിൽ പയറൊക്കെ നടാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോഴത്തേക്ക് ഈ മടലൊടിഞ്ഞ് വീഴും. നമുക്ക് ഒരുപാട് പാഷൻ ഫ്രൂട്ട് ഉണ്ട്, നമ്മൾ നാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പാഷൻ ഫ്രൂട്ട് നടാം. അമ്മ പേസ് ബോർഡ് വെട്ടി കീറുവാണ്. പേസ് ബോർഡ് അല്ലല്ലോ, ഇത് തെർമോക്കോളിൽ ഓട്ടയിട്ടിട്ട് അതിൽ നടാമെന്ന് പറയുന്നത്. അതെ, ഇവിടെ ഈ തെങ്ങിൻ്റെ ചോട്ടിൽ ഒരെണ്ണം ഉണ്ട് പാഷൻ ഫ്രൂട്ട്. സോ ആ തെങ്ങിൻ്റെ ചോട്ടിൽ ഒരെണ്ണം നട്ടിട്ടുണ്ട്. അത് പടർന്ന് മണ്ടയിലോട്ടൊക്കെ പോയി കണ്ടോ. അപ്പം അതിലേക്ക് എടുത്ത് മാറ്റണം. പിന്നെ ഫ്രണ്ടിൽ ചട്ടിയിൽ ചെടിച്ചട്ടിക്കകത്ത് 2-3 നിൽപ്പുണ്ട് തൈകൾ. നമ്മളെ പഴയ വീട്ടിന് ഒരുപാട് പാഷൻ ഫ്രൂട്ട് നമ്മൾ പറിച്ച് തിന്നായിരുന്നു. അതായത് ഇതെല്ലാം വളർന്ന് ഇത്രയായി. പക്ഷെ ഇവിടെ തെങ്ങിൻ്റെ ചോടും കിളയ്ക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്ക് ഈ നിൽക്കുന്ന എല്ലാം മാറ്റി കൊടുക്കണം. ഇന്നലെ അമ്മ ചാണകപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച മണ്ണാണിത്. അപ്പോൾ ഇത് അതിനകത്ത് നമുക്ക് നിറയ്ക്കാം. ആദ്യം കുറച്ച് ചവറ നിറയ്ക്കും. മുക്കാലും ചവറ നിറച്ച് കഴിഞ്ഞ് നമുക്ക് മണ്ണ് കുറച്ച് മതി, വളമാവും അത്. നമ്മൾ അവിടെ നിന്ന് മണ്ടയിൽ നിന്ന് കയറ് കെട്ടി താഴോട്ടിട്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരെണ്ണം നട്ടിട്ട് മേലിലേക്ക് പടർത്താം. ബാക്കിൽ ഒരെണ്ണം ഉണ്ട്, ഫ്രണ്ടിൽ ഒരെണ്ണം വെക്കാമെന്ന്. അതിനാണ് ഇത് നിറച്ച് വെച്ചേക്കുന്നത്. ഇനി ഇവിടെ ഒരെണ്ണം നടാം. ഇതാ ഇവിടെ മണ്ണെല്ലാം നിറച്ച് വെച്ച് സെറ്റാക്കി. ഇനി ചെടി കൊണ്ടുവന്ന് നട്ടാൽ മതി. ഇത്രയും വളർന്ന പാഷൻ ഫ്രൂട്ട് അമ്മ മൂടോടെ തോണ്ടിയെടുത്ത് അവിടെ കൊണ്ട് വയ്ക്കാൻ പോവാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കിളയ്ക്കാൻ ആൾ വരുമ്പോഴേ ഇതെല്ലാം വെട്ടിക്കളയും. നമുക്ക് പർപ്പിളും മഞ്ഞ കളറും ഉണ്ടായിരുന്നു പാഷൻ ഫ്രൂട്ട്, 2 ഇനം ഉണ്ടായിരുന്നു. അതിൽ പർപ്പിള് നട്ടിട്ടുണ്ടായിരുന്നു ചെടിച്ചട്ടിയിൽ. ഇനി മുളച്ച് വരുമ്പോൾ അത് പർപ്പിളാണോ മഞ്ഞയാണോ എന്നറിയാം, കായ പിടിക്കുമ്പോൾ അറിയാം. പച്ച പറിക്കണ്ട, ബ്ലാക്ക് മതി. പിടിച്ചോ ഇത് പിടിച്ചോ. കണ്ണും കൂടെ വലിയ മുക്കുത്തിയാ? മൂക്കുത്തി. പക്ഷെ ഇതെങ്ങനെ വേണോന്നറിയാമോ? ഇത് ചുറ്റിയിട്ട് അതിഞ്ഞിട്ടിട്ട് അവിടെ കെട്ടണം. ഇത്രയും വലുതായെന്ന് ഞാൻ അറിയില്ല. ചുറ്റണോ? ഞാൻ മണ്ടേക്കറി ചുറ്റണോ? ഇത് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ടൈപ്പ് നട്ട പാഷൻ ഫ്രൂട്ടാണ്. അതിനെങ്ങനെ മേലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന പാഷൻ ഫ്രൂട്ട്. അദ്ദേഹം ഇങ്ങനെ മേലോട്ട് കയറി പോകുന്നുണ്ട്.
അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.